കർത്താവായ യേശുവ മശിഹായ്ക്ക് മഹത്വം ഉണ്ടാകട്ടെ. ഈ ലൈവിലേക്ക് ഇന്ന് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ലൈവിൽ ഞങ്ങൾ എടുക്കുന്ന വിഷയം പാസ്റ്റർ ബാബു ചെറിയാൻ എന്ന പെന്തക്കോസ് സഭയുടെ ഒരു സീനിയർ പാസ്റ്റർ കഴിഞ്ഞ ആഴ്ച ഞങ്ങളായി എടുത്ത വിഷയം തന്നെയാണ്. അദ്ദേഹം ഈ ലോകത്തിലെ രാജ്യത്തിൽ പെന്തക്കോസ് പ്രസ്ഥാനത്തിന് ചില ശക്തികൾ ആ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ഉൾക്കൊള്ളുവാൻ ഉള്ള ഒരു സംഖ്യ അവരുടെ സഭയ്ക്ക് ഉണ്ട് എന്നുള്ള കാര്യം, അവരുടെ സഭയ്ക്ക് ഇലക്ഷനിൽ നല്ല ശക്തി ആയിരിക്കുന്നു, നല്ല സംഖ്യ ആയിരിക്കുന്നു, ജനങ്ങളുടെ എണ്ണമായിരിക്കുന്നു. അതുകൊണ്ട് ഗവൺമെന്റ് അവരെ ഒരു വലിയ ശക്തിയായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ പെന്തക്കോസ് പ്രസ്ഥാനത്തിൽ നിന്നും പലരും ആ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് പല ഇലക്ഷനുകളിൽ, അത് വില്ലേജ് അല്ലെങ്കിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ സംസ്ഥാന ഇലക്ഷൻസിൽ വരെ തൻ്റെ പ്രതിനിധികൾ കയറി ആ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് രാജ്യത്തിന്റെ അധികാരികളായിട്ട് കടന്നു വരണം എന്നുള്ള ആഗ്രഹത്തെ പറ്റി പറഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ ആ ഒരു വിഷയത്തെ പറ്റിയാണ് പിന്നെയും ഞങ്ങൾ രണ്ടാം ഭാഗമായിട്ട് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈ വീഡിയോയിൽ എന്നോട് കൂടെ കോട്ടയത്ത് നിന്നും പാസ്റ്റർ ജോസ് വർഗീസും കൊച്ചിയിൽ നിന്നും പാസ്റ്റർ ജോയ് വർഗീസും എന്നോട് കൂടെ ജോയിൻ ചെയ്യുന്നു. അവരെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു ഇതിൽ ഞങ്ങൾ ചോദിക്കുവാൻ ആഗ്രഹിക്കുന്ന ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങൾ, ഈ നമ്മൾ എങ്ങനെ ദൈവരാജ്യം എന്ന ആ കോൺസെപ്റ്റിനെ കാണുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള സഭയെന്ന രീതിയിൽ കർത്താവായ യേശു ക്രിസ്തു എന്ന ആ ഒരു പേരിൽ ഉള്ള എല്ലാ വിശ്വാസികളും, കർത്താവിന്റെ നാമം വിളിക്കപ്പെട്ട വിശ്വാസികൾ, അവർക്ക് ദൈവരാജ്യം എന്ന ആ കോൺസെപ്റ്റ്, അതിനെപ്പറ്റി എന്താണ് നമ്മൾ അറിയുന്നതും, കർത്താവായ യേശു ക്രിസ്തു എന്താണ് ദൈവരാജ്യത്തെ പറ്റി പറയുന്നത്, ഈ ദൈവരാജ്യം ഈ ലോകരാജ്യവുമായിട്ട് എങ്ങനെയാണ് ഇടപെടേണ്ടത്, അത് ഈ ലോകരാജ്യത്തിന്റെ ഭാഗമാണോ അതോ അത് കാണാൻ പറ്റാത്ത ഒരു രാജ്യമാണോ എന്നുള്ള കാര്യമാണ് ഞാൻ ആദ്യമേ ചോദിക്കുന്നത്. ആദ്യം ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് പാസ്റ്റർ ജോസ് വർഗീസിനോടാണ്. എന്താണ് കർത്താവായ യേശു ക്രിസ്തു സ്വർഗരാജ്യത്തെ പറ്റി പറഞ്ഞത്? അത് വെച്ച് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം ഈ ലോകരാജ്യവുമായിട്ട് അതിന്റെ ബന്ധം എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യം ആണ് ആദ്യത്തെ ചോദ്യം പാസ്റ്റർ ജോസ് വർഗീസിനോട്. താങ്ക് യു വിൽസൺ ബ്രദർ. ഇത് വളരെ നല്ലൊരു ചോദ്യമാണ്. പല ആളുകൾക്കും കിങ്ഡം ഓഫ് ഗോഡ് അല്ലെങ്കിൽ കിങ്ഡം ഓഫ് ഹെവൻ എന്താണെന്നുള്ളത്, സ്വർഗരാജ്യം എന്നുള്ളത് അറിയാതെ അവരുടേതായ സ്വന്തം നിലപാടുകളെ ഉപയോഗിച്ചുകൊണ്ട് ദൈവരാജ്യത്തെ ഇന്റർപ്രിറ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. എന്നാൽ നമുക്കറിയാം യേശുവാണ് ദൈവരാജ്യത്തെ കുറിച്ച്, എന്താണ് ദൈവരാജ്യം, അതെങ്ങനെയാണ് എന്നുള്ളത് വെളിപ്പെടുത്തിയിട്ടുള്ളത്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 17-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ യേശു തന്നെ പറയുന്നത്, യേശുവിനോട് പരീശന്മാര് ദൈവരാജ്യം എപ്പോൾ വരുന്നു എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു. നമുക്കറിയാം യോഹന്നാന്റെ മിനിസ്ട്രി ആരംഭിക്കുമ്പോൾ തന്നെ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നുള്ളൊരു എക്സോർഷൻ, ഒരു ആഹ്വാനത്തോടുകൂടിയാണ് അതുവരെയും യഹൂദന്മാരുടെ ആ കൾച്ചറലായിട്ടും മോശയുടെ ന്യായപ്രമാണത്തിന്റെ പ്രകാരവും ഒക്കെയുള്ള ഒരു രക്ഷകനെ കാത്തിരിക്കുമ്പോൾ ഒടുവിലായിട്ട് ഇസ്രായേലിന്റെ അവസാനത്തെ പ്രവാചകൻ എന്നുള്ള നിലയിൽ വെളിപ്പെടുന്ന, പ്രത്യേകിച്ച് മെസ്സിഹയുടെ ഫോർറണ്ണർ ആയിട്ട് മുന്നോടിയായിട്ട് വാഗ്ദത്തം ചെയ്ത് അയക്കപ്പെട്ട യോഹന്നാനാണ് ആദ്യമായിട്ട് ദൈവരാജ്യം എന്നൊരു കോൺസെപ്റ്റ് ഇസ്രായേൽ ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. പിന്നീട് യോഹന്നാൻ തടവിലാകുമ്പോൾ പിന്നീട് യേശുവും അതേ ദൈവരാജ്യം തന്നെ പ്രസംഗിച്ചു. അപ്പോൾ നമുക്കറിയാം യേശുവിന്റെ ജനറേഷനിലുള്ള ദൈവജനം ഒരു ദൈവരാജ്യത്തെക്കുറിച്ച് കേട്ടു. പക്ഷെ ഈ ദൈവരാജ്യം എന്താണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവർക്കൊരു പിടിപാടും ഉണ്ടായിരുന്നില്ല.
അതുകൊണ്ട് തന്നെ യേശുവിനോട് ഈ സംസാരിക്കുന്ന ദൈവരാജ്യത്തെ കുറിച്ച് അവരെ ചോദിക്കുന്നത് ദൈവരാജ്യം എപ്പോൾ വരുന്നു എന്ന് ചോദിച്ചപ്പോൾ യേശു പറയുകയാണ്, ദൈവരാജ്യം കാണത്തക്കവണ്ണമല്ല വരുന്നത്, ഇതാ ഇവിടെ എന്നും അതാ അവിടെ എന്നും പറയുകയുമില്ല, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്നവൻ ഉത്തരം പറഞ്ഞു. അപ്പം അവിടെ അന്ന് നമുക്കറിയാം, ആ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് ലോകത്തിൽ അനവധിയായ രാജ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് യേശുവിന്റെ കാലഘട്ടത്തിൽ തന്നെ നോർത്തേൺ കിങ്ഡം ഓഫ് ഇസ്രായേൽ എന്നും സദേൺ കിങ്ഡം ഓഫ് ഇസ്രായേൽ എന്നും തന്നെ ഡിവൈഡ് ചെയ്യപ്പെട്ട ഒരു യഹൂദ രാഷ്ട്രം തന്നെ രണ്ടായിട്ട് നിലനിൽക്കുന്ന സമയത്ത് തന്നെയാണ് ദൈവരാജ്യത്തെ കുറിച്ച് പറയുന്നത്. മാത്രമല്ല, ആ ദൈവരാജ്യം എന്താണ് എന്ന് യേശു പറഞ്ഞിരിക്കുന്നത്, ഇസ്രായേൽ ഗോത്രത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളെ ചേർക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നമുക്കറിയാം, അനവധി രാജാക്കന്മാര് ഇസ്രായേൽ ജനം ചോദിച്ചു വാങ്ങിയ സൗൾ തുടങ്ങി, ദൈവം അഭിഷേകം ചെയ്ത ദാവീദ് തുടങ്ങി, പിന്നിങ്ങോട്ട് വന്ന എല്ലാ രാജാക്കന്മാരും ഇസ്രായേൽ രാഷ്ട്രങ്ങളെ അല്ലെങ്കിൽ ഇസ്രായേലിനെ ഭരിച്ചു വരുന്നു. സോളമന്റെ കാലം വരെയും അൺഡിവൈഡഡ് ആയിട്ടുള്ള ഇസ്രായേൽ രാജ്യമുണ്ട്. അതിനുശേഷം ഡിവൈഡഡ് ആയിട്ടുള്ള ഇസ്രായേൽ രാജ്യങ്ങളെ ഭരിക്കുന്ന ജനമുണ്ട്. അത് തന്നെ നമുക്ക് പുറത്ത് പിന്നെ ജാതികളുടെ രാജ്യങ്ങളുണ്ട്. അപ്പൊ ഇവിടെയെല്ലാം രാജാക്കന്മാരുണ്ടായിരുന്നു എന്ന് നമ്മൾ സമൂഹൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് യേശു പറയുന്നത്. അപ്പം ലിറ്ററൽ ആയിട്ട് കാണാൻ കഴിയുന്ന അനവധി രാജ്യങ്ങളും ഉള്ള സമയത്താണ് കർത്താവ് പറയുന്നത്, ദൈവരാജ്യം എന്ന് പറയുന്നത് അത് കാണാൻ കഴിയുന്ന ഒരു രാജ്യമല്ല, അത് അവിടെ ഇതാ ഇവിടെ എന്ന് പറയാനായിട്ട് എവിടെയും പോയിന്റ് ചെയ്ത് കാണിക്കാൻ കഴിയുന്നതല്ല ദൈവരാജ്യം. മറിച്ച് അത് കാണത്തക്ക വണ്ണമുള്ള, മനുഷ്യന്റെ കണ്ണിന് കാണാൻ കഴിയുന്ന ഒരു രാജ്യത്തെ അല്ല ദൈവരാജ്യം എന്ന് പറയുന്നത്. ആക്ച്വലി ഇറ്റ്സ് എ സ്പിരിച്വൽ കിങ്ഡം ആണ്. ബേസിക്കലി പ്രൈമറിലി അതൊരു സ്പിരിച്വൽ കിങ്ഡം ആണ്. ആ സ്പിരിച്വൽ കിങ്ഡം അന്ന് യേശു പറയുമ്പോൾ അവരുടെ ഇടയിലായിരുന്നു. അതായത് എന്ന് പറഞ്ഞാൽ ആ കിങ്ഡം പൂർണ്ണമായിട്ടും വന്നത് യേശുവിലാണ്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ആ രാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് പറയുന്നു. ആക്ച്വലി അന്ന് ആ ചോദിക്കുന്ന പരീക്ഷന്മാരുടെ ഇടയിൽ നിന്നുകൊണ്ട് യേശു പറയാണ്, നിങ്ങളുടെ ഇടയിലുണ്ട് ദൈവരാജ്യം. വെച്ചാൽ ദൈവത്തിന്റെ ഹിതവും ദൈവത്തിന്റെ ആലോചനയും പൂർണ്ണമായും നിവർത്തിക്കപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയിൽ യേശുവിലാണ് ആ ദൈവരാജ്യമുള്ളത്. എന്നാൽ നമ്മൾ പിന്നീട് കാണുന്നത്, യേശുവിന്റെ മരണത്തിനും പുനരുദ്ധാനത്തിനു ശേഷം വാഗ്ദത്ത പരിശുദ്ധാത്മാവ് വരുന്നതോടുകൂടി സ്പിരിച്വൽ കിങ്ഡം എന്നുള്ള ആത്മീയ രാജ്യം ജെറുസലേമിൽ ആരംഭിക്കുകയാണ് പത്രോസിന്റെ പ്രസംഗത്തോടുകൂടി. അത് വിശുദ്ധ സഭയാണ്. അപ്പോ അതൊരു സ്പിരിച്വൽ കിങ്ഡം ആണ്. ആ സ്പിരിച്വൽ കിങ്ഡത്തിന് നമുക്ക് പറയാൻ കഴിയും, അതൊരിക്കലും ലോകത്തിനോട് ചേർക്കാൻ കഴിയില്ല. കാരണം ആ ഒരു ആത്മീയ രാജ്യം അവരുടെ യഹൂദന്മാര് അന്ന് ഈ രാജ്യം അല്ലെങ്കിൽ ഈ സ്പിരിച്വൽ കിങ്ഡം വിശുദ്ധ സഭ എന്നുള്ള നിലയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തപ്പെട്ട് തുടങ്ങിയപ്പോഴേ തന്നെ അവിടുത്തെ ലോക രാജ്യം, ഇസ്രായേലിന്റെ അന്നത്തെ രാജാവും അതുപോലെ അന്നത്തെ പരീശന്മാരും അന്നത്തെ ഈ ലോകത്തിലെ ഒരു രാജ്യത്തിന്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാവരും ഇതിനെതിരെ നിൽക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കാരണം അപ്പോസ്തല പ്രവൃത്തി 3-ാമത്തെ അധ്യായം തുടങ്ങി നമ്മൾ മുന്നോട്ട് കാണുന്നതെല്ലാം ഈ ഒരു ഉപദേശം, ദൈവരാജ്യത്തിന്റെ ഉപദേശത്തിന് ലോകരാജ്യം എതിർത്ത് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പിന്നീട് പൗലോസ് 21 മുതൽ ഉള്ള അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ ഈ സ്വർഗരാജ്യത്തെ സംബന്ധിച്ച് ലോകരാജ്യങ്ങൾ എടുക്കുന്ന അല്ലെങ്കിൽ അന്നത്തെ രാഷ്ട്ര നേതാക്കന്മാരും ജനങ്ങൾ ഇളകി അവരെ ഉപയോഗിച്ചുകൊണ്ട് ദൈവരാജ്യത്തിനെതിരെ ഉള്ള കാര്യങ്ങളുടെ പേരിൽ പൗലോസിനെ വിചാരണ ചെയ്യപ്പെടുന്നതും ഫെലിക്സിന്റെയും ഫെസ്തോസിന്റെയും അഗ്രിപ്പ രാജാവിന്റെയും മുമ്പിൽ സ്വർഗരാജ്യത്തെക്കുറിച്ച് സാക്ഷ്യം പറയേണ്ടുന്ന ഒരു നിലയിൽ പൗലോസ് നിൽക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതിന് പൗലോസ് അവരുടെ മുമ്പിലേക്ക് വെക്കുന്ന ഒരു കാര്യം, അവരുടെ പിതാക്കന്മാർ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് തുടങ്ങി അവർ ആരാധിച്ചു വന്ന ആ ദൈവത്തിന്റെ വചനത്താൽ ഉളവാക്കപ്പെട്ട പ്രത്യാശയ്ക്ക് ഹേതുവായിട്ടാണ് താൻ വിചാരണയ്ക്ക് നിൽക്കുന്നത് എന്നുള്ള പൗലോസിന്റെ സുദീർഘമായ പ്രസംഗത്തിനൊടുവിൽ അവിടെ അഗ്രിപ്പ രാജാവ് പോലും പറയാണ്, പൗലോസിനോട് പറയാണ്, നീ അല്പം കൊണ്ട് നീ എന്നെ ക്രിസ്ത്യാനിയാക്കാൻ പരിശ്രമിക്കുകയാണോ എന്ന് ഒരു ചോദ്യമാണ് അവിടെ വരുന്നത്. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഈ ആത്മീയ രാജ്യം ഇവിടെ വെച്ച് ഈ ആത്മീയ രാജ്യത്തിന്റെ ഭാഗമാകാത്ത ഒരുവനും ലിറ്ററൽ ആയിട്ട് പിന്നീട് ഈ ഭൂമിയിൽ സ്ഥാപിക്കാൻ പോകുന്ന
1000 ആണ്ട് വാഴ്ച തുടങ്ങുന്ന ദൈവരാജ്യം ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ അതിലുണ്ടാകയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു സത്യം. ഞാൻ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പരിമിതമായ കാര്യങ്ങളാണ് സംസാരിച്ചിട്ടുള്ളത്. തുടർന്ന് ഈ വിഷയത്തിലേക്ക് സംസാരിക്കാൻ ജോയ് പാസ്റ്റർ ഉണ്ട്. വീണ്ടും ഒരവസരം കൂടി നമുക്ക് വ്യത്യസ്തമായ ഒരു ചോദ്യം വരുന്നുണ്ടെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്ത് സംസാരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. താങ്ക് യു പാസ്റ്റർ. വളരെ നല്ല ഒരു റെസ്പോൺസ് ആയിരുന്നു. ദൈവരാജ്യവും ഈ ലോകത്തിലെ രാജ്യവും തമ്മിൽ വേർപെട്ട് കിടക്കുമ്പോൾ തന്നെ കർത്താവിന്റെ പല അവയവങ്ങളാൽ ഈ ലോകരാജ്യങ്ങളിൽ ദൈവത്തിന് വേണ്ടപ്പോൾ ദൈവത്തിന് വേണ്ട രീതിയിൽ ഇടപെടുന്നു എന്ന് ഉള്ള കാര്യമാണ് നമ്മൾ കാണുന്നത്. അല്ലാതെ അവര് അധികാരികളുടെ ഭാഗമായിട്ടല്ല ഈ ഒരു ദൈവരാജ്യത്തിന്റെ ആ ഒരു ഇടപെടൽ ഈ ലോകത്തിൽ നടത്തുന്നത് എന്ന് നമ്മൾ പുതിയ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് കാണുന്നു. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യം ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ദൈവരാജ്യം എന്ന് ചോദിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഒരു കാറ്റിനെ പോലെയാണ് ദൈവരാജ്യം, അത് കാണുവാൻ സാധിക്കത്തില്ല. അപ്പോൾ ഈ ലോകത്തിൽ കർത്താവിന്റെ വീണ്ടെടുക്കപ്പെട്ട മക്കൾ അല്ലെങ്കിൽ വീണ്ടും ജനിച്ച മക്കൾ ഈ ലോകത്തിൽ അവർ പ്രവർത്തിക്കുമ്പോൾ അവരൊരു സഭയിൽ നിന്ന് കടന്നു പോവുകയാണ്, ഈ സഭയുടെ ഭാഗമായിട്ട് സർക്കാരിൽ പോകുന്നു. അങ്ങനെയല്ല ദൈവം അതിനെ കാണുന്നത്. ദൈവം തെരഞ്ഞെടുത്ത് സർക്കാരിന്റെ ഭാഗമായിട്ട് പലരെയും ചിലപ്പം അയക്കാം, പക്ഷെ അതിന് ഒരിക്കലും സഭ കൂടിച്ചേർന്ന് ആളുണ്ടാക്കി അവരെ കയറ്റിവിടേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ഞാനും ജോസ് പാസ്റ്ററിനോടൊത്ത് തന്നെ അതിൽ കൂട്ടിച്ചേർക്കുവാൻ ആഗ്രഹിക്കുന്നത്. അടുത്ത ചോദ്യം ഞാൻ ചോദിക്കുവാൻ പോകുന്നത്, നമ്മൾ പഴയ നിയമത്തിൽ കാണുന്ന മാതൃകകൾ അനുസരിച്ച് പല പെന്തക്കോസ് പാസ്റ്റർമാര് ഈ വിഷയത്തെ പറ്റി സംസാരിക്കാറുണ്ട്. ദാനിയേൽ നെബൂഖദ്നേസറിന്റെ രാജ്യത്തിൽ ഒരു മന്ത്രിയായിത്തീരുന്നത്, അല്ലെങ്കിൽ യോസേഫ് ഒരു മന്ത്രിയായിത്തീരുന്നത്, അങ്ങനെ ആ പല കാര്യങ്ങളിലും നമ്മൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ മോശ ഫെറഹോന്റെ വീട്ടിൽ നിന്നും തന്നെ കർത്താവ് കൊണ്ടുവരുന്ന ആ ഒരു കാര്യങ്ങളെയൊക്കെ നോക്കുമ്പോൾ അതിനകത്ത് എന്താണ് നമ്മൾ കാണുന്നത് വ്യത്യാസമായിട്ട്? അത് മനുഷ്യർ തെരഞ്ഞെടുത്തിട്ടാണോ അതോ ദൈവം തെരഞ്ഞെടുത്തിട്ടാണോ അതിനെ നിറവേറ്റുന്നതെന്നുള്ള കാര്യമാണ് നമ്മൾ ഇത് അടുത്ത വിഷയം ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ കാണുന്നു പഴയ നിയമസഭ ഈ പുതിയ യെരുശലേം എന്ന വരുവാനിരിക്കുന്ന സഭയുടെ ഒരു പ്രതിച്ഛായ മാത്രമാണ് പഴയ നിയമ ആ രാജ്യം, ഇസ്രായേൽ എന്ന രാജ്യം. അപ്പൊ ആ ഒരു രാജ്യത്തിലും നമ്മൾ കാണുന്നു, ആദ്യം ദൈവം ആഗ്രഹിക്കുന്നില്ല അവിടെ ഒരു രാജാവ് വേണമെന്നോ അല്ലെങ്കിൽ ഒരു അധികാരി വേണമെന്നോ, ഒരു പ്രവാചകൻ മാത്രം അല്ലെങ്കിൽ ഒരു ജഡ്ജ് മാത്രം ആയിട്ടാണ് ദൈവത്തിന്റെ അധികാരിയെ അവിടെ കാണുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നമ്മൾ പഴയ നിയമസഭയായിട്ട് ഒന്ന് കുറച്ചുകൂടെ നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നത്? ആരോടാ ചോദ്യം? ഓക്കെ. പ്രൈസ് ലോർഡ്. ചോദ്യത്തിനായി വളരെ നന്ദി. ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ചോദിച്ച ചോദ്യം, പഴയ നിയമത്തിൽ പല രാജാക്കന്മാരുണ്ടായിരുന്നു, രാജ്യം ഭരിച്ചവരുണ്ടായിരുന്നു, അതിൽ ദൈവഭക്തന്മാരായിട്ട് പലരും ഉണ്ടായിരുന്നു. അപ്പോൾ അതും പഴയ നിയമം എന്ന് പറയുന്നത് ഭക്തന്മാര് ഈ പുതിയ നിയമസഭയുടെ ഒരു നിഴലായിട്ട് കാണുന്നില്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ചോദിക്കാൻ വിൽസൺ ബ്രദർ ചോദിച്ചത്. ഞാനത് പറയുന്നതിന് മുൻപായിട്ട് ഒരു വാക്യം, പെന്തക്കോസ്തുകാർക്കൊരു MLA ഉണ്ടാകണം എന്ന് അതിയായി ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അത് അങ്ങനെ ആഗ്രഹിക്കുന്നതിന്റെ കാരണം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മൾ മോശക്കാരല്ല. തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ ബഹുഭൂരിപക്ഷം ആൾക്കാരുണ്ട് എന്ന് വളരെയധികം വിശ്വസിക്കുന്ന, അതുകൊണ്ട് അത്രയും ജനങ്ങളുണ്ട് എന്ന് രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കി നമുക്കതറിയത്തില്ല.
അവരത് ഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കും ഇവിടെ ഒരു പ്രതിനിധി നമ്മുടെ അസംബ്ലിയിൽ വേണം എന്ന് ആഗ്രഹിക്കുന്ന, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കൊതിക്കുന്ന പാസ്റ്റർ ബാബു ചെറിയാൻ, അദ്ദേഹത്തിന് അദ്ദേഹം അറിയാവുന്ന പറഞ്ഞ എന്റെ കാരണം അദ്ദേഹം ക്രൈസ്തവ ലോകത്തിൽ അറിയപ്പെട്ട ഒരു പ്രസംഗകനാണ്, ഒരു സുവിശേഷകനാണ്, ഒരു പാസ്റ്ററാണ്, പ്രഗത്ഭരായിരിക്കുന്ന ദൈവവചന ശുശ്രൂഷിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു വാക്യം ഞാൻ ചില വാക്യങ്ങളൊന്ന് വായിക്കാം. അനന്തരം സാത്താൻ, നമുക്കറിയാം 1 ദിനവൃത്താന്തം 21:1 മുതലാണ് ഞാൻ വായിക്കുന്നത്. ഇത് അദ്ദേഹത്തിന് വേണ്ടിയാ. അത് അദ്ദേഹം ഒന്ന് വായിച്ച് ഗ്രഹിക്കുന്നത് നല്ലതായിരിക്കും. ഗ്രഹിച്ചിട്ടുള്ള ആളാണ്, ഒരുപക്ഷെ അതിനെക്കുറിച്ച് പ്രസംഗിച്ചിട്ടുള്ള ആളായിരിക്കാം, എങ്കിലും ഒന്നുകൂടെ കേട്ടുകൊള്ളുക. അനന്തരം സാത്താൻ ഇസ്രയേലിന് വിരോധമായി എഴുന്നേറ്റ് ഇസ്രയേലിനെ എണ്ണുവാൻ ദാവീദിന് തോന്നിച്ചു. അപ്പൊ ഇസ്രയേലിൽ ഒരു പ്രശ്നമില്ലാതെ, വലിയ പ്രശ്നമൊന്നുമില്ലാതെ ഇസ്രയേൽ ഇങ്ങനെ മുൻപോട്ട് പോവുക. അപ്പോ ഈ ദാവീദിന് ഒരു തോന്നലുണ്ടായി. ആ തോന്നല് നമ്മൾ എത്ര പേരുണ്ടെന്ന് അറിയണം. നമുക്കതൊന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു പദ്ധതി തയ്യാറാക്കുക, അതിനെണ്ണാൻ വേണ്ടി വേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കുക. ഇസ്രയേലിനെ എണ്ണുവാൻ ദാവീദിന് തോന്നിച്ചു. ദാവീദ് യോവാബിനോടും ജനത്തിന്റെ പ്രഭുക്കന്മാരോടും, നിങ്ങൾ ചെന്ന് ബേർശേബ മുതൽ ദാൻ വരെ ഇസ്രയേലിനെ എണ്ണി അവരുടെ സംഖ്യ ഞാൻ അറിയേണ്ടതിന് കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. അവിടെ ഒരു സ്ഥലം പറയുന്നുണ്ട്, ബേർശേബ മുതൽ ദാൻ വരെ. ഇവിടെയും ബാബു ചെറിയാൻ ഭാഷ പറഞ്ഞത് തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെയാണ്. ഈ തോന്നല്, ഈ സാത്താൻ ദാവീദിനെ തോന്നിച്ച ആ തോന്നലും ബാബു ചെറിയാൻ ഭാഷയെ തോന്നിച്ച തോന്നലുമായിട്ട് വളരെ ബന്ധമുണ്ടെന്ന് ഞാനൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടി അത് എടുത്ത് വായിക്കുന്നു. കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. അതിന് യോവാബ്, യഹോവ തന്റെ ജനത്തെ ഉള്ളതിൽ 100 ഇരട്ടിയായി വർദ്ധിപ്പിക്കട്ടെ, എങ്കിലും എന്റെ ജനമായ രാജാവേ, അവരൊക്കെ ഈ യജമാന്റെ ദാസന്മാരല്ലയോ? യജമാനൻ ഈ കാര്യം അന്വേഷിക്കുന്നത് എന്ത്? ഇസ്രയേലിന് കുറ്റത്തിന്റെ കാരണമായി തീരുന്നത് എന്തിന് എന്ന് പറഞ്ഞു. എന്നാൽ യോവാബ് രാജാവിന്റെ കൽപ്പന യോവാബിന് രാജാവിന്റെ കൽപ്പന അനുസരിക്കേണ്ടി വന്നു. അതുകൊണ്ട് യോവാബ് പുറപ്പെട്ട് എല്ലാ ഇസ്രയേലിലും കൂടി സഞ്ചരിച്ച് യെരുശലേമിലേക്ക് മടങ്ങി വന്നു. യോവാബ് ജനത്തെ എണ്ണി സംഖ്യ ദാവീദിന് കൊടുത്തു. നമുക്കറിയാം, നമ്മളത് വായിക്കുമ്പോൾ ഇത് യഹോവയ്ക്ക് ഇഷ്ടമായിരുന്നില്ല. അതിന്റെ പരിണിത ഫലമായിട്ട് നമ്മൾ അതിന്റെ താഴോട്ട് വായിക്കുമ്പോൾ, 1 ദിനവൃത്താന്തം 21 താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അവിടെ ദൈവം ഒരു 3 വിധത്തിലുള്ള ശിക്ഷ പറയുകയാണ്. നിനക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. അവിടെ പറയുന്നത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, 3 സംവത്സരത്തിലെ ക്ഷാമമോ നിന്റെ ശത്രുക്കളുടെ വാൾ നിന്നെ തുടർന്നെത്തി നിന്നെ 3 മാസം നിന്റെ ശത്രുക്കളാൽ നശിക്കുകയോ, ദേശത്ത് 3 ദിവസം യഹോവയുടെ വാളായ മഹാമാരി ഉണ്ടായി ഇസ്രയേൽ ദേശത്തൊക്കെയും യഹോവയുടെ ദൂതൻ സംഹാരം ചെയ്യുകയോ, ഇവയിൽ ഒന്ന് തിരഞ്ഞെടുത്തുകൊള്ളുക എന്നായിരുന്നു ദൈവത്തിന്റെ മറുപടി. അതിന്റെ പണ്ഡിതരുമായിട്ട് അവിടെ ദാവീദിന് മനസ്സിലായി, ശത്രുവിന്റെ കയ്യിൽ വീഴുന്നതിനേക്കാൾ നല്ലത് യഹോവയുടെ സന്നിധിയിൽ വീഴുന്നതാണ്. യഹോവയുടെ വാള് സംഭവിക്കട്ടെ. ഏതാണ്ട് 70,000 പേര് മരിച്ചു. ദാവീദ് തന്റെ ചിന്ത സാത്താനികമായിരുന്നുവെന്ന് ദാവീദിന് മനസ്സിലായി. എന്ന് പറഞ്ഞ പോലെ ബാബു ചെറിയ ഭാഷന്റെയും ജനത്തെ എണ്ണുന്ന ആ ദാവീദ് എണ്ണി നോക്കാൻ പ്രേരിപ്പിച്ച അതേ സാത്താന്റെ ഒരു ആത്മാവിൽ നമുക്ക് വലിയൊരു ജനസമൂഹം ഉണ്ടെന്ന് ജനത്തിന്റെ മുൻപാകെ കാണിച്ചു കൊടുക്കുവാൻ വേണ്ടിയുള്ള ഒരു വേദിയാക്കി തീർക്കുന്നത് ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്ന ഒരു പദ്ധതിയല്ല. ജോസ് ഫ്രീസ് ഭാഷ ഇവിടെ സൂചിപ്പിച്ചു ദൈവരാജ്യം അതെന്താണെന്ന്. ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ ദൈവരാജ്യവും സാത്താന്റെ രാജ്യവുമുണ്ട്. ഇനി കർത്താവിന്റെ ദാസൻ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാനൊന്ന് മടങ്ങി വരട്ടെ. പഴയ നിയമത്തിൽ രാജാക്കന്മാരുണ്ടായിരുന്നു, ശരിയാണ്.
ഈ രാജാക്കന്മാരുണ്ടായിരുന്നത് ജനങ്ങളുടെ നിർബന്ധ നിമിത്തം. വായിക്കുന്ന എല്ലാവർക്കും അറിയാം, ബൈബിൾ വായിക്കുന്ന എല്ലാവർക്കും അറിയാം, ഞങ്ങൾക്കും ജാതികളെ പോലെ ഒരു രാജാവിനെ വേണമെന്നാണ് അവിടെ ആവശ്യപ്പെട്ടത് ഇസ്രയേൽ. യഹോവയായ ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് രാജാവായിരിക്കെ നിങ്ങൾക്ക് മറ്റൊരു രാജാവിനെ വേണമോ? അപ്പോൾ അവര് നിർബന്ധിച്ചു, അവർക്ക് രാജാവിനെ കൊടുത്തു. അങ്ങനെ ഒന്നാമത്തെ രാജാവ് ശൗലായിരുന്നു. ശൗൽ രാജാവായിരിക്കുമ്പോഴും ദൈവം കരുണയുള്ളവനല്ലേ? ജാതികളുടെ രാജാവല്ല ശൗല്, ഇസ്രയേലിന്റെ രാജാവ്. ശൗൽ രാജാവായിരിക്കുമ്പോൾ അവിടെ പ്രവാചകന്മാരെ ദൈവം ഉപയോഗിച്ചു. അവിടുത്തെ പോരായ്മകള്, അവിടുത്തെ പ്രശ്നങ്ങള് നികത്തുവാൻ, കൈകാര്യം ചെയ്യുവാൻ, ചില സൂചനകൾക്ക് വേണ്ടി യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ അതിന്റെ ജയിക്കുമോ തോൽക്കുമോ എന്നുള്ള ജയപരാജയത്തെ കുറിച്ച് അറിയുവാൻ ചില ദൈവമക്കളെ അവിടെ ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. പഴയ നിയമത്തിൽ ഇസ്രയേലിനെ ഭരിച്ച രാജാക്കന്മാര് ഭക്തന്മാരായിരുന്നവരും ദുഷ്ടന്മാരായിരുന്നവരും ഉണ്ടായിരുന്നു. ദാവീദിനെ പോലെ ഭക്തന്മാരായിരുന്ന രാജാക്കന്മാർ ഭരിച്ചു. പക്ഷെ പഴയ നിയമത്തിൽ ഇസ്രയേലിനെ ഭരിച്ച രാജാക്കന്മാരുടെ ഒരവസ്ഥയല്ല ഈ പുതിയ നിയമത്തിലുള്ളത്. പഴയ നിയമത്തിൽ അവർ ഭരിക്കുമ്പോഴും അന്ന് ദൈവം തന്നെയാണ് അവരെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത്. കാരണം നമുക്കറിയാം, അനേക ന്യായാധിപന്മാരെ അവിടെ അയച്ചിരുന്നു, അനേക പ്രവാചകന്മാരെ അയച്ചിരുന്നു. രാജാവായിട്ട് അഭിഷേകം ചെയ്യുവാനായിട്ട് അവിടെ ഉപയോഗിച്ചത് നമുക്കറിയാം, ശമൂവേൽ എന്ന് പറയുന്ന പുരോഹിതനെ അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. അത് ഇസ്രയേലിനെ സംബന്ധിച്ചാണ്. പുതിയ നിയമസഭയിൽ വാസ്തവത്തിൽ അങ്ങനെ ഒരു ഭരണം നടത്തുവാൻ നമുക്കതിനുള്ള അർഹതയില്ല. അതുകൊണ്ടാണ് ഇത് ജനങ്ങളെ എണ്ണി നോക്കി ചിലത് കാണത്തില്ലേ, എത്ര പേര് സ്നാനപ്പെട്ടു, എത്ര പേര് നമ്മുടെ സഭയിലുണ്ട്, കണ്ടോ ഞങ്ങളുടെ സഭയാണ് ഏറ്റവും വലിയ സഭ, ജനത്തിന് വലിയ പെരുപ്പം. ഇതൊക്കെ സാത്താനികമാണ്. ഏതാ ഇവിടെ ദാവീദിന് തോന്നിച്ച അതേ തോന്നല് ഇവിടുത്തെ മത നേതാക്കന്മാരിൽ, പെന്തക്കോസ് നേതാക്കന്മാരിൽ തോന്നിക്കുന്ന തോന്നലുകൾ അതൊക്കെ. അതിന്റെ മറ്റൊരു പകർപ്പായത്. യഥാർത്ഥത്തിൽ ദൈവസഭയെ സംബന്ധിച്ച് പറഞ്ഞാല് പഴയ നിയമത്തിന്റെ ചില വ്യവസ്ഥകള് ദൈവസഭയിൽ ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാം എന്നുള്ളതേ ഉള്ളൂ. പുതിയ നിയമം പൂർണ്ണമായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ അധിഷ്ഠിതമാണ്. യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണത്തിലൂടെ സമ്പാദിച്ചതാണ് ദൈവത്തിന്റെ സഭ. ആ ദൈവസഭയ്ക്ക് പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്. അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഭരണകർത്താക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നമ്മൾ സാമ്പത്തികമായിട്ടുള്ള നന്മ ഇവിടുത്തെ ഭരിക്കുന്നവർക്ക് കൊടുക്കാൻ അർഹതയുള്ളവര്, യോഗ്യന്മാരായിട്ടുള്ളവർ കൊടുക്കണം, നികുതിയെ കൊടുക്കണം. ദൈവത്തിനുള്ളത് ദൈവത്തിനും, മാമോനുള്ളത് മാമോനും അത് കൊടുക്കണം. അപ്പൊ സാമ്പത്തിക വിഷയത്തിലും എല്ലാ വിഷയത്തിലും ഇവിടെ ഒരു മാതൃകയായി ജീവിക്കുവാൻ വചനത്തിൽ പ്രമാണമുണ്ട്. അല്ലാതെ ഈ ലോകത്തെ ഭരിക്കാൻ ഇപ്പോൾ നമുക്ക് പ്രമാണമില്ല. അത് ദൈവത്തിന്റെ വചനത്തിൽ അത് പറയുന്നില്ല. ഇവിടെ രണ്ട് രാജ്യമാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. ഒന്ന് ദൈവരാജ്യം ഇപ്പൊ ഇവിടെ ഉണ്ട്, രണ്ട് സാത്താന്റെ രാജ്യമുണ്ട്. നമ്മൾ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം വായിക്കുമ്പോൾ, സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ അവൻ തന്നെ ഛിദ്രിച്ചു പോയല്ലോ, പിന്നെ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? യേശു ക്രിസ്തു ഭൂതങ്ങളെ പുറത്താക്കിയപ്പോ അവിടെ ഒരു കൂട്ടം പറഞ്ഞു, അവൻ ഭൂതങ്ങളുടെ തലവനെ കൊണ്ടാണ്, ബേൽസെബൂലിനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത്. അപ്പൊ യേശു ക്രിസ്തു പറഞ്ഞു, സാത്താനെ കൊണ്ട് പുറത്താക്കിപ്പിക്കുന്നുവെങ്കിൽ അവരുടെ രാജ്യം എങ്ങനെ നിൽക്കും? അത് തന്നെ ചിന്തിച്ചു പോയില്ലേ? ഞാൻ ദൈവാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ എത്തിയിരിക്കുന്നു സ്പഷ്ടം എന്നാണ് മത്തായിയുടെ സുവിശേഷം 12:26-ലും 28-ലും നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്. അപ്പൊ ഇവിടെ സാത്താന്റെ രാജ്യമുണ്ട്, ദൈവരാജ്യമുണ്ട്. ബാബു ചെറിയാൻ പാസ്റ്റർ പറയണം, ഇപ്പോഴുള്ള ഈ ഗവൺമെന്റ് ദൈവരാജ്യത്തിൽപ്പെട്ടതാണോ അത് യേശു പറഞ്ഞ ആ രാജ്യത്തിൽപ്പെട്ടതാണോ? ആ രാജ്യത്തിൽപ്പെട്ടതാണെങ്കിൽ അവിടെ ആ അസംബ്ലിയിൽ പോയി ഭരിക്കാൻ, നമുക്ക് ഭരണം നടത്തണം എന്ന് പറയുന്നത് ന്യായമാണോ എന്ന് ആര് പറയണം?
ബാബു ചെറിയാൻ ഭാഷ പറയണം. അദ്ദേഹം ഇന്ന് പറഞ്ഞില്ലെങ്കിൽ നാളെ പറയേണ്ടതായിട്ട് വരും. നാളെ അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കും. കാരണം അങ്ങനെ ഒരു നല്ല ഭരണം നടത്തുവാൻ ദൈവമക്കൾക്ക് ഇപ്പോൾ അവകാശമില്ല. അത് സാധിക്കുകയില്ല. അത് ഒരു ചെറിയ വ്യാമോഹം എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പൊ സാത്താന്റെ രാജ്യമുണ്ട്, ദൈവരാജ്യമുണ്ട്. അപ്പോ ഈ സാത്താന്റെ രാജ്യത്തിലുള്ള ഈ എന്ന് പറഞ്ഞാൽ സാത്താൻ ഭാവിയിൽ ഈ ലോകം ഭരിക്കാൻ പോകുന്ന, എതിർ ക്രിസ്തു ഭരിക്കാൻ പോകുന്നതിന്റെ ഒരു മുന്നോടിയായിട്ട്, നിഴലായിട്ട് ഇപ്പോൾ ഭരണങ്ങൾ നടക്കുന്നു. അതിനെ അവര് ന്യായമായി ദൈവമക്കളിൽ നിന്ന് അവകാശപ്പെടുന്ന കാര്യങ്ങൾ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പൊ ചോദിക്കും, സാത്താൻ ഭരിക്കുന്നതിന് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്? അല്ല, അവർ നല്ല രീതിയിൽ ഭരിക്കാൻ ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നുകൊണ്ടാ കുറച്ചെങ്കിലും നന്മ ഇവിടെ ഭാരതത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ ദൈവമക്കളുടെ വിലപ്പെട്ട പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് കുറച്ചെങ്കിലും നന്മ അവരിലൂടെ കടന്നു വരുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ആരോടുകൂടെ ചേർന്ന് ഭരിക്കുവാനാ ഈ വാവു ചെറിയാൻ ഭാഷ പറഞ്ഞത്? 2 രാജ്യം ഇവിടെ ഉണ്ട്, 3 രാജ്യമില്ല. ഒന്ന് സാത്താനുമായി അല്പം പൂർണ്ണമായിട്ടല്ല, അല്പം ചേർന്ന് പോകുന്ന ഒരു രാജ്യവും, മറ്റൊന്ന് യേശുക്രിസ്തുമായിട്ട് ചേർന്ന് പോകുന്ന രാജ്യവും. ഇതിൽ ഏത് രാജ്യത്തിന്റെ അസംബ്ലിയിൽ ചെന്ന് ഭരിക്കാനാണ്? ആൾക്കാരുടെ ബലം നോക്കി, ആൾക്കാരുടെ എണ്ണം നോക്കി ഭരിക്കാനാണ് ഈ ബഹുമാനപ്പെട്ട ബാബുപ്പാസ് പറഞ്ഞതെന്ന് ഇപ്പോഴും സംശയമുണ്ട്. കൊലോസ്യർ 1:13 നമ്മൾ വായിക്കുമ്പോൾ, അവൻ നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്ന. നമ്മൾ ഇവിടെ പാർക്കുമ്പോഴും നമ്മൾ ദൈവരാജ്യത്തിലാണ്. ദൈവരാജ്യം, ആക്ഷരിക രാജ്യമുണ്ട്, ആത്മീയ രാജ്യമുണ്ട്. അപ്പോഴും നമ്മൾ ദൈവമക്കളാ. ദൈവവചനത്തിന് കീഴ്പ്പെട്ടു പോകുന്നവരാ. അപ്പൊ ഇത് 2 രാജ്യം കൂടെ ഒന്നിച്ച് ഭരിക്കാൻ പറ്റുമോ? എനിക്കറിയത്തില്ല. അദ്ദേഹം പറയുന്നു അങ്ങനെ സാധിക്കുമെന്നാ. അതിന് നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണമെന്നാ പറഞ്ഞു. എല്ലാവരും പ്രാർത്ഥിക്കണം, യെസ് എന്നാ അദ്ദേഹം പറഞ്ഞത്. പ്രവൃത്തി 26:18 വായിക്കുമ്പോൾ, ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തെങ്കിലേക്കുമാണ് നമ്മളെ തിരിച്ചിരിക്കുന്നത്. സാത്താന്റെ അധികാരത്തിൽ ദൈവത്തെങ്കിലേക്ക് തിരിച്ചിരിക്കുന്നു. വടക്കേണ്ടിയിലൊക്കെ പലയിടത്തും ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നു. എന്താ കാരണം? അതിന്റെ കാരണം ഈ ഇവിടെ ഭരിക്കുന്ന ഭരണത്തിന്മേൽ ഒരു അധികാരിയുണ്ട്. ആ അധികാരി ഏത് അധികാരത്തിന്റെ കീഴിൽ നിന്നാണ് ഇന്ത്യ ഭരിക്കുന്നത്, കേരളം ഭരിക്കുന്നത് എന്ന് ഈ ബാബു ചെറിയാൻ ഭാഷക്ക് നന്നായിട്ട് അറിയാമല്ലോ. അത് എന്ന് വരെ അങ്ങനെ ഭരണം നടത്തുമെന്നും ജാതികളുടെ ഒരു കാലം ഉള്ളതായിട്ട് ബൈബിളിൽ പഠിപ്പിക്കുന്നില്ലേ? ജാതികളുടെ സംഖ്യയുണ്ട്, ജാതികളുടെ കാലമുണ്ട്. ആ ജാതികളുടെ കാലത്തിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ടോ? പിന്നെ വല്ല പുതിയ വ്യാഖ്യാനം വല്ലതും ബാബു ചെറിയാൻ ഭാഷ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു പുതിയ വ്യാഖ്യാനം ഇല്ല എന്ന് തന്നെ എന്റെ വിശ്വാസം. അപ്പൊ നമ്മൾ നിൽക്കുന്നത് ഈ അന്ധകാര ലോകത്തിലാണ്. ഈ അന്ധകാര ലോകത്തിലായതുകൊണ്ടല്ലേ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമായിരിക്കണമെന്ന് പറഞ്ഞത്. അന്ധകാര ലോകത്തിലായിരിക്കുമ്പോൾ അതിനോട് ചേർന്ന് നിന്ന് അതുമായിട്ട് ഇണയില്ലാപ്പിണ കൂടി വെളിച്ചമുണ്ടാക്കണമെന്നല്ല. നമ്മളെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിളിച്ച് നമ്മളെ വേർതിരിച്ചവന്റെ ഇഷ്ടപ്രകാരം വെളിച്ചത്തിന്റെ മക്കളായി ഈ ലോകത്തിൽ ജീവിച്ച് നല്ല മാതൃക കാട്ടുവാൻ, തട്ടിപ്പും വെട്ടിപ്പും വനം കൊള്ളയും ചതിവും വഞ്ചനയും ക്രൂരതയും ഒന്നുമില്ലാതെ ശത്രുക്കളെ പോലും സ്നേഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് ദൈവരാജ്യത്തിന്റെ പ്രതിനിധികളായി നമ്മൾ നിൽക്കാൻ വേണ്ടിയാ. നമുക്കറിയാം, മറ്റു രാജ്യങ്ങളുടെ അംബാസഡർമാർ ഇവിടെയുണ്ട്. അവര് ഈ രാജ്യത്താ താമസിക്കുന്നത്. ഈ രാജ്യത്ത് താമസിക്കുമ്പോൾ ഞങ്ങൾ മറ്റൊരു രാജ്യത്ത് മാത്രം കീഴ്പ്പെട്ടു പോകുന്നവരാ, അതുകൊണ്ട് ഇവിടെ ഞങ്ങൾ ആരെയും വകവെക്കുകയില്ല എന്ന് പറഞ്ഞ് അവരിവിടെ പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അവരെ ഒരു രാജ്യം ഇങ്ങോട്ട് വിട്ടത് എന്തിനു വേണ്ടിയാണെന്ന് ബോധ്യം അവർക്കുണ്ട്. അതുപോലെ ഇന്ത്യയിൽ നിന്ന് പോയിരിക്കുന്ന അംബാസഡർമാര് ഇന്ത്യയുടെ പ്രതിനിധികളായിട്ടാണ് നിൽക്കുന്നത്. ആ രാജ്യത്തിൽ ചെന്ന് അവർ കലാപം ഉണ്ടാക്കുകയോ അതിനോട് ചേർന്ന് അവിടുത്തെ ഭരണത്തിൽ ചേർന്ന് ഭരിക്കാനോ ഇവിടെ ആരും അനുവദിക്കുകയില്ല. ഇന്ത്യയിൽ നിന്ന് വിട്ടിക്കുന്ന അംബാസഡർമാര് അമേരിക്കയിൽ ചെന്നിട്ട് അമേരിക്കൻ ഭരണത്തിൽ അവിടുത്തെ അസംബ്ലി
അവിടുത്തെ മെമ്പറായിട്ട് അവിടെ പോകാനായിട്ട്, അവിടുത്തെ അവരോട് അനുകൂലപ്പെട്ട് ഭരിക്കാനായിട്ട് ഇവിടെ ഇന്ത്യക്കാർ അനുവദിക്കുകയില്ല. അത് അമേരിക്ക അംബാസഡർമാരെയും അനുവദിക്കുകയില്ല. ഒരു ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ സ്വർഗീയ അംബാസഡർമാരാണ്. ദൈവം നമുക്ക് തരുന്ന ആയുസോളം നാം സ്വർഗീയ രാജ്യത്തിന്റെ കെട്ടുപണിക്കാരായി, വിശ്വസ്തരായി, കർത്താവിന്റെ രാജ്യത്തിന് അനുകൂലമായിട്ടും ഈ ലോകത്തിൽ എതിർത്തുകൊണ്ടല്ല, ഈ ലോകത്തിൽ ന്യായമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇരുട്ടിന്റെ അന്ധകാരത്തിന്റെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വെളിച്ചത്തിന്റെ അവകാശികളാക്കി തീർത്തിരിക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ നമ്മൾ മുൻപോട്ട് പോകണം. ഒരു വാക്യം കൂടെ ഞാൻ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 31-ാം വാക്യമാണ്. ലോകത്തിന്റെ ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന്റെ പ്രഭുവിനെ പുറത്തു തള്ളിക്കളയുന്നതിനെ കുറിച്ചും അവിടെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നൊരു ഭാഗമുണ്ട്, ഞാനോ ഉയർത്തപ്പെട്ടാൽ സകലരും എങ്കിലേക്ക് ആകർഷിക്കപ്പെടും. യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണത്തെ സംബന്ധിച്ച് അവിടെ പറയുന്നു. അപ്പൊ നാം ഉയർത്തേണ്ടത്, നാം പ്രതിനിധാനം ചെയ്യുന്നത് സ്വർഗരാജ്യത്തിന്റെ പ്രതിനിധികളാണ്. ഈ രാജ്യത്തിന്റെ പ്രതിനിധിയായി നിന്ന് നമുക്ക് ചില അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളത് വ്യർത്ഥ മോഹമാണ്. ഒരിക്കലും സാധിക്കില്ല. അത് സാത്താന്റെ വലിയ തന്ത്രമാണ്. സാത്താൻ നമ്മളെ കുടുക്കിക്കളയാൻ വേണ്ടിയുള്ള, ഇന്ന് ഇവിടെ ക്രിസ്ത്യാനികൾക്ക് എതിരായിട്ട് എന്ത് ഭീഷണി വന്നാലും, എന്ത് പ്രശ്നം വന്നാലും, ഇവിടെ കാസ എന്നും പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അവരെന്തെങ്കിലും പറയുന്നുണ്ടോ? അവർ മുസ്ലിം വൈരാഗ്യം മാത്രം മനസ്സിൽ വെച്ച് അതിനെ മാത്രം പ്രതികരിച്ചുകൊണ്ടിരിക്കുക. ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് എന്തെല്ലാം ഭീഷണി വന്നാലും, അത് മുസ്ലിം ആണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും നമ്മൾ ന്യായമായി പറയേണ്ട കാര്യങ്ങൾ പറയണം. ഇത് മുസ്ലിമിനെതിരെയുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു. അതുകൊണ്ട് എന്തുകൊണ്ട് നാളെ അവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് നാളെ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഈ ലോകത്തിലെ ചില സംവിധാനങ്ങളോട് ചേർന്ന് നിന്ന് മറ്റൊരു സമൂഹത്തെ എതിർത്ത് മുൻപോട്ട് പോകുന്ന കാസയെ പോലെ നമ്മളാകാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിന്റെ വസിക്കുന്നുവെങ്കിലും നമ്മുടെ ഇവിടെ താൽക്കാലിക വാസികളാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അതുകൊണ്ട് യേശു പറഞ്ഞു, ഈ ലോകത്തിന്റെ ന്യായവിധിയെക്കുറിച്ചും ഈ ലോകത്തിന്റെ പ്രഭുവിനെ ഒരിക്കൽ പുറന്തള്ളിക്കളയുമെന്നും, അതുകൊണ്ട് ഞാനോ ഉയർത്തപ്പെട്ടാൽ എല്ലാവരും എങ്കിലേക്ക് ആകർഷിക്കപ്പെടുമെന്നും, യഥാർത്ഥ സുവിശേഷത്തിന്റെ ദൗത്യം നിറവേറ്റുവാൻ ജനങ്ങൾക്ക് തടസ്സകരമായി നിൽക്കുന്ന ബാബു ചെറിയാന്റെ ഇപ്രകാരമുള്ള ആഹ്വാനത്തെ ഞങ്ങൾ പൂർണ്ണമായിട്ട്, ഞങ്ങളുടെ ഈ ഗ്രൂപ്പ് പൂർണ്ണമായിട്ട് അതിനെ തിരസ്കരിക്കുന്നു ഉള്ള കാര്യവും ഇതിനോട് ചേർന്ന് പറയുകയാണ്. യോഹന്നാൻ 14:30 വായിക്കുമ്പോൾ യേശു പറഞ്ഞു, ലോകത്തിന്റെ പ്രഭു വരുന്നു, അവന് എന്നിൽ ഒന്നുമില്ല. ലോകത്തിന്റെ പ്രഭുവുമായി ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ള ആ വ്യാമോഹം ദൈവഹിതമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണം. താങ്ക് യു പാസ്റ്റർ ജോയ്. ഞാൻ അടുത്തതായി നമ്മുടെ ഗീവർഗീസ് ബ്രദർ ജോയിൻ ചെയ്തിട്ടുണ്ട് കോട്ടയത്ത് നിന്നും. അദ്ദേഹത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ജോയ് പാസ്റ്റർ പറഞ്ഞു, സഭയുടെ അംഗമായി തീരുമ്പോൾ അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിന്റെ ഭാഗമായി തീരുമ്പോൾ സ്വർഗരാജ്യത്തിന്റെ അംബാസഡറായിട്ടാണ് നമ്മൾ ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദൈവ പൈതലിനൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ കൂടെ അവന് നൽകുവാൻ ഒരു സാക്ഷ്യമുണ്ട്. നമ്മൾ കാണുന്നു നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിന്റെ മാതൃക എടുത്തു നോക്കുമ്പോൾ പല പൊളിറ്റീഷ്യൻസ്, ഈവൻ ഉമ്മൻചാണ്ടി പോലെയുള്ള പൊളിറ്റീഷ്യൻസ് പോലും അദ്ദേഹത്തിന്റെ മേളില് വ്യഭിചാര കുറ്റം ചുമത്തപ്പെട്ടു. അങ്ങനെ പല കാലങ്ങൾ പുള്ളി അദ്ദേഹത്തിനെ ഒരു ക്രിമിനലായിട്ട് കാണാൻ ഇടയായിത്തീർന്നു. അങ്ങനെ പല ആൾക്കാർക്കും അങ്ങനത്തെ അനുഭവമുണ്ട്. അപ്പോൾ ഒരു ദൈവ പൈതലിന് ഈ ഒരു തരത്തിലെ പോളിറ്റിക്സിന്റെ ഇടയ്ക്ക് നിന്ന് പോകാനും അവന്റെ ആ ഒരു വിശ്വാസം കാക്കുവാനും നല്ല ഒരു മാതൃകയായിട്ട് മറ്റുള്ളവർക്ക് സാക്ഷ്യമായിട്ട് ജീവിക്കുവാനും ഉള്ള സാഹചര്യമാണോ ഈ ലോകത്തിലെ പോളിറ്റിക്സ്? പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണോ? അങ്ങനെ ഉള്ളപ്പോൾ ഒരു പാസ്റ്റർ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു മൂപ്പൻ എന്ന രീതിയിൽ ഈ പാസ്റ്റർ ബാബു ചെറിയാൻ അദ്ദേഹത്തിന്റെ സഭയുടെ ആൾക്കാരെ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് വിട്ട് അവരിൽ നിന്നും രാഷ്ട്രീയമായി എടുക്കേണ്ട നേട്ടങ്ങൾ എടുക്കുന്നത് ഒരു ശരിയായ കാര്യമാണോ അല്ലയോ എന്നുള്ള ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. താങ്ക് യു.
ഓഡിയോ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബിൽസൺ ബ്രദർ ചോദിച്ച ചോദ്യം ഞാൻ കേട്ടു. നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ദൈവകൃപയാല് നമ്മൾ ചിന്തിക്കുമ്പോൾ ബാബു ചെറിയൻ പാസ്റ്റർ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ ഇത് രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ ഇന്ന് ചേർന്നിരിക്കുകയാണല്ലോ സംസാരിക്കുവാനായിട്ട്. അപ്പോ ഒരു ദൈവ പൈതലിന് ചേർന്നതാണോ ഒരു ഇലക്ഷൻ, അല്ലെങ്കിൽ ഇലക്ഷന്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു പാർട്ടിയിൽ ഇടം നേടുക എന്ന് പറയുന്നത് ഒരു ദൈവ പൈതലിന് ചേർന്നതാണെന്നുള്ളതാണ് ബിൽസൺ ബ്രദർ എന്നോട് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് കൊരിന്ത്യർ നമ്മൾ വായിക്കുമ്പോൾ അവിടെ 5-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു, നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് അവിടെ പറയുന്നു. അപ്പം എന്താണ് ഈ നിരപ്പിന്റെ ശുശ്രൂഷ എന്ന് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 2:16 അവിടെ എഴുതിയിരിക്കുന്നു, ക്രൂശന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി, അതിനാൽ ഇരുപക്ഷത്തെ ഏക ശരീരത്തിൽ ദൈവത്തോട് തന്നെ നിരപ്പിപ്പാനും അവൻ വന്ന ദൂരത്തായിരുന്നു നിങ്ങൾക്ക് സമാധാനം, സമീപത്തുള്ളവർക്ക് സമാധാനം സുവിശേഷിച്ചു. ഈ അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏക ആത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. അപ്പൊ നമ്മളെ ഒരു നിരപ്പിന്റെ ശുശ്രൂഷയ്ക്കാണ് ദൈവം വിളിച്ചിരിക്കുന്നതെന്നാണ് അപ്പോസ്തലനായ പൗലോസ് ദൈവവചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നത്. കാരണം രക്ഷിക്കപ്പെട്ട കർത്താവിനോട് ചെയ്യുന്ന ദൈവ പൈതൽ ക്രിസ്തുവിൽ ആകുക, അല്ലെങ്കിൽ ക്രിസ്തു എന്ന തലയോളം വളരുക എന്നുള്ളതാണ് അവനെ സംബന്ധിച്ചിടത്തോളം ദൈവം ആക്കി വെച്ചിരിക്കുന്ന പദ്ധതി അല്ലെങ്കിൽ ജോലി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിന്റെ അവസാന വാക്കുകൾ നമ്മൾ മർക്കോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പം അവിടെ കാണുന്നുണ്ട് അല്ലെ. മർക്കോസിന്റെ 16-ലാണ് അവിടെ 15-ാമത്തെ വാക്യത്തിലാണ്, പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിപ്പീൻ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ അനുസരിക്കുവാനാണ് നമ്മളെ ഓരോരുത്തരെയും ഈ ലോകത്ത് നമ്മൾ കർത്താവ് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവന്റെ സ്വന്തമാണ്, അവന്റെ ഭവനക്കാരനാണ്. അപ്പോൾ ഒരിക്കലും ഒരു ഭവനക്കാരന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം നമ്മളെല്ലാവരും സ്വർഗീയ ഭവനത്തിന് വേണ്ടി കാത്തിരിക്കുന്നവനാണ്. ഇന്ന് അല്ലെങ്കിൽ നാളെ കർത്താവിന്റെ വരവ് അല്ലെങ്കിൽ ആഗമനം പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ് ഓരോ വിശ്വാസികളും. അപ്പോൾ ഈ ലോകത്തിന്റെ ഇംഗിതത്തിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്. കർത്താവിന്റെ രാജ്യത്തെ ആയിരിക്കണം അവന്റെ പ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ ലോകത്ത് കിട്ടാവുന്ന സുഖലോഭതകളും അല്ലെങ്കിൽ സുഖങ്ങളും ആസ്വദിച്ച് ജീവിക്കുക എന്നുള്ളത് മാത്രമല്ല ദൈവം അവനോട് പറഞ്ഞിരിക്കുന്നത്. ദൈവരാജ്യത്തേക്ക് പോകുവാനുള്ള ഓരോ ദിവസവും അതിനുവേണ്ടി വളർച്ച പ്രാപിക്കുക എന്നുള്ളതാണ് ഓരോ വിശ്വാസിക്കും വേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ബാബു ചെറിയാൻ പറയുന്ന സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഉണ്ടാകുന്ന വെളിപ്പാടുകൾ ലോകചിന്തകളാണ്. കാരണം കർത്താവിന്റെ രാജ്യത്തേക്ക് പോകാനുള്ള ചിന്തകൾ അദ്ദേഹത്തിൽ ഇതാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. അപ്പോസ്തലനായ പൗലോസ് ആരായിരുന്നു? ഒരു സൈന്യാധിപനായിരുന്നു, ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം ക്രിസ്ത്യാനികളെ കൊല്ലുവാനായിട്ട് പത്രം മേടിച്ചാൽ അദ്ദേഹം ഓരോരുത്തരെ കൊന്നു പോകുമ്പോഴാണ് ദൈവത്തിന്റെ പിടുത്തം അവനിൽ വീഴുന്നതും പെട്ടെന്ന് അവൻ ദൈവരാജ്യത്തിന്റെ കെട്ടുപണികൾക്ക് വേണ്ടി യോഗ്യനായി തീരുന്നതും ആ വഴിയിൽ വെച്ചാണ്. അല്ലെ, അവന്റെ വീഴ്ചയുടെ ആ ഒരു ഭാഗത്ത് കുതിരപ്പുറത്ത് അവൻ യാത്ര ചെയ്യുമ്പോൾ അവിടെ വെച്ച് സൂര്യനെ വെല്ലുന്ന ഒരു പ്രകാശം വന്നവനെ തട്ടി താഴെയിടുകയും അവൻ പിന്നീട് കർത്താവിന്റെ സ്വന്തമായി മാറുകയും ചെയ്ത എല്ലാം ദൈവവചനത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ്. അപ്പൊ പിന്നീട് ഒരിക്കലും അവൻ ആ ഗവൺമെന്റ് ജോലി സ്വീകരിക്കാനോ അല്ലെങ്കിൽ ഒരു സൈന്യാധിപനായിട്ട് പോകുവാനോ പൗലോസ് അപ്പോസ്തലൻ തയ്യാറായതായിട്ട് കണ്ടിട്ടില്ല. കാരണം എല്ലാവരും പൗലോസിനെ അനുകരിക്കേണ്ടവരാണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. വചനത്തിൽ വളരെ വ്യക്തമായി അത് രേഖപ്പെടുത്തുന്നുമുണ്ട് എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. ഇന്ന് ആർക്കും അറിയത്തില്ലാത്തൊരു സത്യമാണ്. ഈ ലോകത്തിലും ജീവിക്കാം, സ്വർഗീയ സുഖങ്ങളും ആസ്വദിക്കാം എന്നുള്ള ഇപ്പോഴത്തെ പഠിപ്പീര് വളരെ മോശമാണ്. നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കേണ്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിന് വേണ്ടിയാണ്. ഓരോ നിമിഷവും നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം. ആ രാജ്യത്തേക്ക് പോകുവാൻ ഉള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ ക്രമീകരിക്കേണ്ടത്.
അല്ലെ? കർത്താവിന്റെ വരവ് എപ്പോഴാണെന്ന് നമുക്കറിയത്തില്ല. അവന്റെ വരവിനെ കുറിച്ച് കള്ളൻ വരുന്ന പോലെയാണ് വരവെന്ന് വളരെ വ്യക്തമായിട്ട് ദൈവവചനം നമ്മളോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ആരും എന്ത് ചെയ്യുന്നില്ല, ഇതൊക്കെ മറന്നാണ് പലപ്പോഴും പ്രവർത്തിക്കുന്നത്, ഈ ലോകത്തിലേക്കുള്ള ആഗ്രഹങ്ങൾ. കാരണം ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ലോകവുമായി യാതൊരു ബന്ധവുമില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രാജ്യത്തിലേക്കായിരിക്കണം അവന്റെ ശ്രദ്ധ മുഴുവൻ, അവന്റെ ഫോക്കസ് മുഴുവൻ അതായിരിക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ലോകം മുഴുവനും പോയി എന്റെ സാക്ഷികളാകുകയും. അല്ലാതെ ഈ ലോകത്തിന്റെ സാക്ഷിയാകാൻ ഒരു വ്യക്തിയോടും കർത്താവ് പറഞ്ഞതായിട്ട് യാതൊരു തെളിവുകളും ഇല്ല എന്നുള്ളതാണ്. ദൈവവചനം പഠിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്, അല്ലെ? ഈ ലോകത്തിലെ ആളുകളൊക്കെ നമുക്ക് വേണം, എങ്കിലും തന്നെയും എന്ന് പറഞ്ഞ് നമുക്ക് ലോകത്തെ പൂർണ്ണമായിട്ട് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുകയില്ല. അതും ശരിയായ ഒരു കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ അപ്പോസ്തലൻ പറയുന്നുണ്ട്, നിങ്ങൾ ഈ ലോകം വിട്ടു പോകണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ നമുക്ക് പൂർണ്ണമായും വിടാൻ കഴിയുകയില്ല. എങ്കിലും നമുക്ക് ഒരു കടമ ദൈവം പറഞ്ഞിട്ടുണ്ട്, ഈ രാജ്യത്തിനും വേണ്ടിയും ഈ ഭരണത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുവാനായിട്ട്. ജോയ് പാസ്റ്റർ പറഞ്ഞതുപോലെ, മുമ്പ് പറഞ്ഞതുപോലെ അത് ചെയ്യുവാനായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യണം, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം. ഓരോ ദിവസവും കർത്താവിന്റെ വരവിന് വേണ്ടി, എന്നാണ് കർത്താവിന്റെ വരവെന്ന് നമുക്കറിയില്ല. അത് ആ ആഗമനത്തിന് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുന്നത്. ഏത് നിമിഷവും അവൻ വരാം എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പില്ല, അല്ലെ? എന്നും പറയുന്നുണ്ട് കർത്താവ് വരുമെന്ന് നമ്മൾ പ്രസംഗിച്ചു, എങ്കിലും കർത്താവിന്റെ വരവ് ആയിരിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് പറയുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ആ വരവിനെ കുറിച്ച് കള്ളനെ പോലെ വരുമെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ലോകത്തിന്റെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഈ ലോകത്തിലെ താൽക്കാലിക രക്ഷയ്ക്ക് വേണ്ടി പോകുന്നതിനെക്കാട്ടിലും എത്രയും വലിയ നിത്യമായ രക്ഷയിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നതാണോ ശരിയെന്ന് ബാബു ചെറിയാനെ പോലുള്ള പാസ്റ്റർമാർ ഓർത്താൽ വളരെ നന്നായിരിക്കുമെന്ന് ഈ ഘട്ടത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. അപ്പോ നമ്മൾ ഓരോരുത്തരും എന്താണ്, നിരപ്പിന്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. രാജകീയ പുരോഹിത വർഗമാണ്. രാജകീയ പുരോഹിത വർഗത്തിന് ഒരു യോഗ്യതയുണ്ട്, ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട്, ദൈവം നൽകുന്ന ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട്. അത് വിട്ടുകളയുവാൻ നമ്മൾ ഓരോരുത്തരും, നമ്മൾക്ക് ഒരു പൊസിഷൻ ദൈവം നൽകിയിട്ടുണ്ട്. ആ പൊസിഷനിൽ നിന്ന് നമ്മൾക്ക് ഒരിക്കലും മാറുവാൻ ദൈവം അനുവദിക്കുകയില്ല. അത് നമുക്ക് മാറുവാൻ യാതൊരു അനുവാദവുമില്ല. നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നുള്ള കാര്യം വിശ്വാസികൾ ആദ്യം തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, അല്ലെ? നമ്മളെ അന്ധകാരത്തിൽ നിന്ന് വീണ്ടെടുത്ത് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെയും ആ രാജ്യത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ഈ ലോകത്തിന്റെ ഇംഗിതങ്ങൾക്ക് വേണ്ടി ജീവിക്കുവാനല്ല നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നെന്ന് ഓർപ്പിച്ചുകൊണ്ട് ചോദ്യത്തിന് ആൻസറായെന്ന് കരുതുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ബ്രദർ ഗീവർഗീസ്. വളരെ വ്യക്തമാണ്. ഈ ലോകത്തിൽ പല തരത്തിലെ ജോലികൾ കാണാം. അതിനകത്ത് പല വിശ്വാസികളും ആ ജോലികളെ അവർക്ക് അവരുടെ വിശ്വാസത്തിന് അനുയോജ്യമായിട്ട് ഒരു സർക്കാരിനെ പോലും സേവിക്കാൻ അവർക്ക് പറ്റുമോ അവരുടെ വിശ്വാസപ്രകാരം എന്ന് പറഞ്ഞിട്ട് ആ ജോലിയിൽ അവർക്ക് വേണമെങ്കിൽ പ്രവേശിക്കാം. പക്ഷെ അതുപോലല്ല ഒരു അധികാര സ്ഥാനം എന്നുള്ള കാര്യമാണ് നമ്മൾ വ്യക്തമായി കാണേണ്ടത്. ഒരു പാർട്ടിയുടെ പോളിറ്റിക്സോ അല്ലെങ്കിൽ ഒരു ഉന്നത അധികാരിയായിട്ട് എല്ലാ ചെറിയ അധികാരങ്ങളുടെ മേളില് ഒരു അധികാരം നടത്തുന്ന ഒരു അധികാരിയെ പോലെ ഒരു പൊളിറ്റിക്സിൽ വന്നിട്ട് ഒരു ദൈവ പൈതലിന് അവന്റെ വിശ്വാസത്തെ കാക്കുവാനും അവന്റെ ആത്മീയ ജീവിതത്തെ നയിക്കുവാൻ സാധിക്കുമെന്ന് നമ്മൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അങ്ങനെ നമുക്ക് ഒരു മാതൃക നമുക്ക് കാണിച്ചു തരുന്നുമില്ല. ഇനി ഏകദേശം ഒരു 10 മിനിറ്റ് കൂടെ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പൊ ഞാൻ ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിച്ചിട്ട് നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാമെന്ന്. ചോദ്യം ഞാൻ ജോസ് പാസ്റ്ററിനോട് ചോദിക്കുകയാണ്. 2 കൊരിന്ത്യർ അതിന്റെ 4-ാമത്തെ അധ്യായത്തിൽ ഒരു കാര്യം ഒരു കാര്യം അവിടെ പറയുന്നത്, ഒരൊറ്റ സുവിശേഷം മാത്രമേ ഉള്ളൂ, അത് അപ്പോസ്തോലന്മാരാൽ പുറപ്പെട്ട സുവിശേഷമാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു നമ്മൾ രാജ്യത്തെ പറ്റി പറഞ്ഞു വരുമ്പോൾ അവിടെ ഒരു വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം പറയുന്നു. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുവാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അപ്പോൾ ഈ ലോകത്തിലെ ദൈവം, ഈ ലോകത്തിലെ അധികാരി ആരാണ്? ആ അധികാരം കൊണ്ടാണോ അവർക്ക് ഈ സുവിശേഷം വെളിപ്പെടാത്തത്? എന്തുകൊണ്ടാണ് അവർക്ക് ഈ തെറ്റുകളൊക്കെ പറ്റുകയും ഇവര് ഈ ഒരു സമയത്ത് ഇങ്ങനെ തൻ്റെ വിശ്വാസികളോട് പോളിറ്റിക്സിൽ കടന്നു പോകുവാൻ പറയുന്നതുമൊക്കെ എന്തുകൊണ്ടാണ്?
ഈ അധികാരിയെ അവർക്ക് അറിയാമോ, അതോ അവർ ഇവർക്ക് വേണ്ടി തന്നെ പ്രവർത്തിക്കുന്നവരാണോ എന്നുള്ള കാര്യമാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. താങ്ക് യു വിൽസം ബ്രദർ. വളരെ നല്ലൊരു ചോദ്യമാണ്, വളരെ റിലവന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എന്താന്ന് പറയാൻ കാര്യം, പാസ്റ്റർ ബ്രദർ കോട്ട് ചെയ്ത ആ തിരുവെടുത്ത് തന്നെ ധാരാളം മതി. കാരണം അവിടെ ഈ ലോകത്തിന്റെ ദൈവം എന്നാ പറയുന്നത്. പൗലോസും പറയുന്നത് നമ്മള് ഒരു നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്, നമ്മുടെ പൗരത്വം ഇവിടെയല്ല സ്വർഗത്തിൽ എന്നാ പറയുന്നത്. അപ്പൊ ദൈവസഭയോട് അപ്പോസ്തലന്മാര് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഈ ഭൂമിയിൽ ജഡത്തിൽ വസിക്കുന്നെങ്കിലും ആത്മാവ് സംബന്ധിച്ച് നമ്മൾ സ്വർഗരാജ്യത്തിന്റെ പുത്രന്മാരാണ്. അപ്പോ കൊരിന്ത് ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, ഈ ലോകത്തിന്റെ ദേവൻ ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സിന്റെ സുവിശേഷം കാണാതിരിക്കേണ്ടതിന് അവരുടെ ഹൃദയത്തെ കുരുടാക്കിയിരിക്കുന്നു. അപ്പോൾ ഈ ബാബു ചെറിയാൻ മാത്രമല്ല, പെന്റക്കോസ്റ്റൽ സഭകൾ തുടങ്ങി അവര് പെന്റക്കോസ്റ്റൽ സഭകൾ എന്ന് പറഞ്ഞ് റിസർവ് ചെയ്യാതിരിക്കുകയായിരുന്നു കുറച്ചുകൂടെ നല്ലതെന്ന ബുദ്ധി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവർക്ക് എൻ്റയർ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ മൊത്തം പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഒരു കുടക്കീഴിൽ നിൽക്കാവുന്ന കത്തോലിക്ക സഭ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു സാമ്രാജ്യം ഉണ്ടല്ലോ, ആ അമ്മയും ആ മക്കളും. അപ്പൊ ഇവരെല്ലാം കൂടി ഒരുമിച്ച് നിന്ന് അവരുടെ സ്ട്രെങ്ത് തെളിയിച്ചിട്ട് അവരെല്ലാവരും കാത്തിരിക്കുന്ന, അവരെല്ലാവരും നയിക്കപ്പെടുന്ന ആ ലോകത്തിന്റെ ദേവൻ എന്ന് വെച്ചാൽ റോമാലേഖനം 8:9 പറയാണ്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. അപ്പം അവര് ജഡസ്വഭാവമുള്ളവരായിരിക്കത്തില്ല, അവർക്ക് ഈ ലോകത്തിലൊരു രാജ്യം ഉണ്ടാക്കാനുള്ള ഒരു പരിശ്രമത്തിലായിരിക്കത്തില്ല. അവർക്ക് ഒരു പൗരത്വമുണ്ട്. അവിടെ നിന്ന് ആ സ്വർഗരാജ്യത്തിലേക്ക് ഈ പൗരന്മാരെ ചേർക്കാൻ അവരുടെ കർത്താവ് വരുന്ന നാളിന് വേണ്ടി നോക്കി പാർക്കുന്ന അതാണ് യഥാർത്ഥ ദൈവസഭ. അതിനെ സംബന്ധിച്ചാണ് പൗലോസ് പറഞ്ഞത്, ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളുടെ. അപ്പോ അടിസ്ഥാനപരമായി നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്, ദൈവം ഏകനാണെന്നും ആ ഏകനായ ദൈവം ആണ് ജഡത്തിൽ വെളിപ്പെട്ട കർത്താവായ യേശുക്രിസ്തു എന്നും നിഷേധിക്കുന്ന ഏവരും, അതൊരു പെന്തക്കോസുകാരായിരുന്നാലും ബ്രദറുകാരായാലും ബാപ്റ്റിസ്റ്റുകാരായാലും, അവരെല്ലാം സത്യ ദൈവത്തിന്റെ രക്ഷാമാർഗത്തെ തിരസ്കരിച്ച് കളഞ്ഞവരായതുകൊണ്ട് തന്നെ അവരുടെ ഹൃദയവും കുരുടാക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അവര് അറിഞ്ഞോ അറിയാതെയോ, സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ അറിയാതെ ആയിരിക്കാം, അറിഞ്ഞിട്ടായിരിക്കാം. ഒരുപക്ഷെ ചില ആളുകളെങ്കിലും അറിഞ്ഞിട്ട് അവര് ഈ കർത്താവിന് വേണ്ടിയുള്ള നിന്ന വഹിക്കാൻ തയ്യാറില്ലാത്തത് കൊണ്ട് ആ സംവിധാനത്തിന്റെ ഭാഗമാകാൻ കഴിയുന്നത് നിന്നുകൊണ്ടായിരിക്കാം അവര് ഇതിനകത്ത് തുടരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവര് ഈ ലോകത്ത് നിൽക്കുമ്പോൾ അവര് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ സമ്മർദ്ദ ശക്തിയായിട്ട് മാറുന്നതിൽ തെറ്റില്ല എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം ഇത് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, റീസെന്റ് കഴിഞ്ഞ കുമ്പനാട് കൺവെൻഷൻ നമുക്കറിയാം, അത് വലിയ പൊളിറ്റിക്കൽ വേദിയായി മാറി എന്നുള്ളതാണ്. അതിനകത്ത് ദൈവാത്മാവില്ലാതെ വത്സൻ അബ്രഹാം എന്ന് പറയുന്ന കെ എബ്രഹാമിന്റെ കൊച്ചുമകൻ പൂർണ്ണമായും അവരുടെ സഭയെ ഹൈജാക്ക് ചെയ്തിരിക്കുക. അതിനകത്ത് ദൈവാത്മാവുണ്ടെങ്കിൽ ചെയ്യുന്ന കാര്യമല്ല. അവിടെ വിരുദ്ധ അഭിപ്രായമുള്ള ആളുകളെ ആരെയും പ്രസംഗിപ്പിച്ചില്ല, അവരെല്ലാം പുറത്തു കളഞ്ഞു, അവർക്ക് വേദി കൊടുത്തില്ല. അപ്പോ അയാൾക്ക് ഓശാന പാട്, അതായത് സഭയ്ക്കകത്തെ പൊളിറ്റിക്സ് വരുമ്പോൾ സഭയ്ക്കകത്ത് തന്നെ സമ്മർദ്ദ ശക്തിയായിട്ട് വരികയും സഭ പിടിച്ചടക്കുകയും ചെയ്യുന്ന അവരും പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയ സമ്മർദ്ദം ഉപയോഗിച്ചിട്ട് അധികാരങ്ങളും സ്ഥാനമാനങ്ങളും കൈവശമാക്കുകയും ചെയ്യുന്നവർ തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? ഇത് രണ്ടും പൊളിറ്റിക്സ് ആണ്. സഭയ്ക്കുള്ളിലെ പൊളിറ്റിക്സും ലോകത്തിലെ പൊളിറ്റിക്സുമാണ്. ഈ നമുക്കറിയാം, കർത്താവിന്റെ മാർഗത്തില് അല്പമെന്നോ അധികമെന്നോ അല്ലെങ്കിൽ ഇത്ര ശതമാനം കറപ്റ്റഡും ഇത്ര ശതമാനം നല്ലതും എന്നുള്ളതില്ല. കർത്താവിന്റെ മാർഗത്തിൽ 100% ഒന്നുകിൽ നല്ലത് അല്ലെങ്കിൽ 100% ലോകം എന്നുള്ളതുള്ളൂ. അപ്പം ഇന്ന് ഇത്തരം പെന്റക്കോസ്റ്റൽ സമൂഹങ്ങൾ പൂർണ്ണമായി ജീർണിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു നടത്തിപ്പും അവരുടെ ഒരുവിധമായ ശുശ്രൂഷയും ഇല്ലാതിരിക്കെ, അവർ വിശ്വസിക്കുന്ന ദൈവം തന്നെ ജാതീയമായ വിശ്വാസ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ദൈവസങ്കല്പം തന്നെ ആയിരിക്കെ, അവരെ സംബന്ധിച്ചിടത്തോളം അവര് ലോകത്തിന്റെ പൊളിറ്റിക്സിന്റെ ഭാഗമാകുന്നതിനകത്ത് എന്റെ കാഴ്ചപ്പാടിൽ തെറ്റ് കാണുന്നില്ല. കാരണം അവരുടെ പ്രത്യാശയും പ്രതീക്ഷയും ഇവിടെ തന്നെയാണെന്നുള്ളത് നമ്മൾ അനുദിനം എന്നോണം കണ്ടുകൊണ്ടിരിക്കുക. കാരണം കേവലം ഇരിക്കാനുള്ള ഒരു ഇരിപ്പിടത്തിന് വേണ്ടി പോലും ഒരു കസേര ഇട്ടുകൊടുത്ത സ്ഥലത്ത് ആ കസേര കിട്ടിയത് കുറഞ്ഞുപോയി, ആ കസേര ഇട്ടിരുന്ന പ്ലേസ് കുറഞ്ഞുപോയി എന്ന് പറഞ്ഞ് ആ കസേരയുടെ പേരിൽ പിണങ്ങി കറിവിച്ചു പോയ ഒരാള് ഞങ്ങൾക്കറിയാം.
അത് നമ്മുടെ ഏകദൈവ വിശ്വാസികളുടെ ഒരു സ്റ്റേറ്റ് കൺവെൻഷനിൽ മുൻപത്തെ സ്റ്റേറ്റ് പ്രസിഡന്റ് അദ്ദേഹത്തെ സ്റ്റേജിൽ ഇരുത്തിയപ്പോൾ മുഖ്യ പ്രസംഗന്റെ അടുത്തല്ല അദ്ദേഹത്തിന് കസേര കൊടുത്തത്. അയാൾ ആ കസേരയും എടുത്ത് മാറ്റിവെച്ച് കഴുത്തിലിട്ടിരുന്ന ബാഡ്ജും പുസ്തകവും എല്ലായിട്ട് ഇറങ്ങിപ്പോയി ഏറ്റവും പുറകിലെ തൂണിൽ കെട്ടിപ്പിടിച്ചു. പിന്നെ ഒത്തിരി പേര് കയ്യ കാലെ പിടിച്ച് അയാളെ പിടിച്ചവിടെ കൊണ്ടിരുത്തുകയായത്. അപ്പൊ അതിന് ഞാനും ജോയ് പാസ്റ്ററും സാക്ഷികളാണ്. അപ്പൊ ഇത്തരത്തിൽ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പോലും ഒരു കസേര ഇട്ടത് പോലും അവർക്ക് ബൈബിൾ പറയുന്നത് നിങ്ങൾ ഒന്നാമൻ ആഗ്രഹിക്കുന്നതിന് ഏറ്റവും ഒടുക്കത്തവനായിരിക്കണം എന്ന് പറഞ്ഞു. ആകണമെന്ന് പറയുമ്പം ഒരു കാലത്ത് ആ കസേര ഒന്നാമതിരുന്നയാൾ അതിനുശേഷം ഒന്നും രണ്ടും ആള് മാറി മറിഞ്ഞ് വന്നപ്പോൾ അവർക്ക് കൊടുത്ത ഒരു പ്ലാസ്റ്റിക് കസേര ഇട്ടിരുന്ന സ്ഥാനം മാറിപ്പോയി എന്നതിന്റെ പേരിൽ ഇത്തരം കലഹങ്ങൾ കാണിക്കുമ്പോൾ നമ്മൾ ഇവരെ എങ്ങനെ കുറ്റം പറയാൻ കഴിയും? ഈ ബാബു ജോർജിനെയോ വത്സൻ എബ്രഹാമിനെയോ അല്ലെങ്കിൽ ഈ കോശിയെയോ ഒക്കെ നമ്മൾ എങ്ങനെ കുറ്റം പറയും? കാരണം ഇത് പൂർണ്ണമായും ഈ ഇപ്പോൾ കുറിവാക്യമായിട്ട് ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ വിൽസൺ ബ്രദർ സംസാരിച്ച ആ വിഷയത്തിലേക്ക് വരുമ്പോൾ ഇതെല്ലാം അവിടെ കാണാം നമുക്ക്. അവർ ഈ ലോകത്തിന്റെ ദേവൻ ഭരിച്ചുകൊണ്ടിരിക്കുക, അവർ ഈ ലോകത്തിന്റെ ആളുകളാ. ഈ ലോകത്തിന്റെ ആളുകളെന്ന് അവർ സമ്മതിക്കുന്നില്ല എന്നൊരു സത്യം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അവര് വിചാരിക്കുന്ന അവർ സ്വർഗീയന്മാരാണ്. പക്ഷെ വായിച്ച വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ലോകത്തിന്റെ ദേവനാണ് അവരെ നയിച്ചുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ സുവിശേഷത്തിന്റെ സത്യപ്രകാശം തങ്ങൾ ഈ ലോകത്തിന്റെ പൗരന്മാരല്ല. തങ്ങൾ ഈ ലോകത്ത് ശരീരം കൊണ്ട് ഒരു പൗരത്വം ഈ നമ്മുടെ ഐഡന്റിറ്റി കാർഡിൽ ഉണ്ടെങ്കിലും ആത്യന്തികമായി നമ്മുടെ സിറ്റിസൺഷിപ്പ് അതൊരു എറ്റേണൽ സിറ്റിസൺഷിപ്പാണ്, ഇതൊരു സ്പിരിച്വൽ സിറ്റിസൺഷിപ്പാണ്. അതൊരു സ്പിരിച്വൽ കിങ്ഡത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലോകത്ത് നമുക്ക് തന്നേക്കുന്ന സ്പേസ് ഉപയോഗിക്കേണ്ടതെന്ന് പോലും മനസ്സിലാകാത്ത ഇരുട്ടിൽ കിടക്കുന്ന ആളുകൾ, അത് ട്രിനിറ്റേറിയൻ ചർച്ചുകളിൽ പ്രത്യേകിച്ച് ഉള്ളവർ അങ്ങനെ ചിന്തിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഇവര് പറയേണ്ടിയിരുന്നത് കേരളത്തിലെ KCBCയുമായിട്ട് ഒരു ധാരണയിലെത്തിയിട്ട് നമുക്ക് കാത്തലിക് ബിഷപ്പ് കൗൺസിലും അതുപോലെ ഓർത്തഡോക്സ് മാർത്തോമാക്കാരും കൂടെ ചേർത്ത് പിടിച്ച് ഇവരൊരു സീറ്റ് അല്ലെങ്കിൽ ഇത്ര നമുക്കൊരു 15 സീറ്റ്, ഓഫ് കോഴ്സ് ഇവർക്ക് എല്ലാവർക്കും കൂടിയിട്ട് അവർക്കൊരു 50 സീറ്റ് ചോദിക്കാമായിരുന്നു. അതിനകത്ത് സംഖ്യക്ക് ആനുപാതികമായിട്ട് ഒരു 5 സീറ്റ് ഇവിടുത്തെ പെന്റക്കോസ്റ്റൽ ഐക്യ പെന്റക്കോസ്റ്റൽ പ്ലാറ്റ്ഫോമിൽ ചോദിച്ചാൽ ഈ 5 പേരും ജയിക്കും. വളരെ ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഒരു വോട്ട് ബാങ്കാ. അല്ലാതെ ഇവര് മാത്രം നിന്നുകൊണ്ട് രാഷ്ട്രീയത്തിൽ അവകാശവാദമുണ്ട്. തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ ജോയ് പാസ്റ്റർ പറഞ്ഞതുപോലെ ദാൻ മുതൽ ബേർഷേവ വരെ എന്ന് പറഞ്ഞതുപോലെയുള്ള ഈ അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനൊരു ഒരു ഫലം ചെയ്യില്ല. എങ്കിലും അവരുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ അടിത്തട്ടിൽ കിടക്കുന്ന ആ ദുരാഗ്രഹം എന്ന് മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. താങ്ക് യു ബസ് ജോസ്. അപ്പം നമ്മൾ ഇവിടെ കേട്ടു, പഴയ നിയമസഭയായാലും പുതിയ നിയമസഭയായാലും 2 രാജ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ ലോകത്തിന്റെ പല രാജ്യങ്ങളെ ഭരിക്കുന്ന രാജാക്കന്മാരും ആ രാജാക്കന്മാരെ ഭരിക്കുന്ന ഈ ലോകത്തിലെ ദൈവം എന്ന് വചനം പറയുന്ന സാത്താനും. അപ്പോൾ അതിന്റെ ഇടയ്ക്ക് നമ്മൾ കാണുന്നു ദൈവം പല സമയത്ത് ദൈവമക്കൾക്ക് വേണ്ടി, അവരുടെ നന്മയ്ക്ക് വേണ്ടി, അവർക്ക് സമയം കിട്ടുവാൻ വേണ്ടി ആ കാര്യങ്ങളിൽ ദൈവമക്കളിൽ കൂടെ ഇടപെടുന്നു എങ്കിൽ പോലും പക്ഷേ അവർ ഈ ലോകത്തിലെ അധികാരികളായിട്ട്, ഈ ലോകത്തിലെ ദൈവത്തിന്റെ അധികാരികളായിട്ട് തുടരുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. മറിച്ച് ദൈവരാജ്യത്തിന്റെ മക്കളായി, വെളിച്ചത്തിന്റെ മക്കളായി, ഈ ലോകത്തിൽ വെളിച്ചം നൽകുന്നവരും ഈ ലോകത്തിൽ സത്യസുവിശേഷം നൽകുന്നവരും അതിനുള്ള ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയായി കാണിച്ചു കൊടുക്കുന്ന മക്കളായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുവാൻ വേണ്ടിയാണ് സ്വർഗരാജ്യത്തിലുള്ളവർ വിളിക്കപ്പെട്ടത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് എപ്പിസ്കോപ്പൽ സഭകളെയൊക്കെ എല്ലാം അവരുടെ തെറ്റുകളെ എടുത്തു കാണിച്ചുകൊണ്ട് രൂപത്തിൽ വന്ന ഒരു 100 വർഷം മുമ്പേ കേരളക്കരെ വളരെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു പെന്തക്കോസ്റ്റ് മൂവ്മെന്റ് ഇന്ന് എത്തി നിൽക്കുന്ന നിലവാരം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ ആ എപ്പിസ്കോപ്പൽ സഭയുടെ കൂട്ട് തന്നെ ആയിട്ട് ഈ ലോകത്തിന്റെ അധികാരികളെ എല്ലാം പ്രീതിപ്പെടുത്തി അവർക്കുള്ള ധനവും അവർക്കുള്ള പ്രോപ്പർട്ടികളും അവർക്കുള്ള ഈ ലോകത്തിലെ പല കേസുകളും ഒക്കെ എല്ലാം മാനേജ് ചെയ്യുവാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ടാണ് അവരുടെ ദൈവസഭയുടെ അംഗങ്ങളെ അവർ കാണുന്നതും. അതിനായിട്ട് അവരുടെ ആത്മീയ വിശ്വാസത്തെ പോലും കളയാൻ വേണ്ടി അവരെ പൊളിറ്റിക്സിലേക്ക് തള്ളിവിടുവാൻ പോലും
അവർ മടിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ ഉള്ളപ്പോൾ ആ സഭകളിലൊക്കെ നിൽക്കുന്ന വിശ്വാസികൾ ഒരു കാര്യം അറിയണം. യെരുശലേമിൽ തുടങ്ങിയ അപ്പോസ്തോലന്മാരുടെ സത്യസുവിശേഷത്താൽ തുടങ്ങിയ സഭ ഇന്നും ഈ ലോകത്തിൽ നിലനിൽക്കുന്നു. അവർ കർത്താവായ യേശു ക്രിസ്തു ഏക കർത്താവായ ഏക ദൈവമായ പഴയ നിയമത്തിൽ യഹോവയായും പുതിയ നിയമത്തിൽ യേശു മശിഹായും വെളിപ്പെട്ട ഏക സത്യ ദൈവത്തെ പറ്റി സാക്ഷീകരിക്കുന്നു. ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപ്പോസ്തോലന്മാര് കഴിച്ച പോലെ സ്നാനം കഴിപ്പിച്ച് കർത്താവിന്റെ ആത്മാവ് ലഭിച്ച് കർത്താവിങ്കിലേക്ക് തിരിയുക. അതായത് മാനസാന്തരപ്പെട്ട് നിങ്ങൾ ഓരോരുത്തരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ ദാനം ലഭിക്കുമെന്നും അവർ അപ്പോസ്തോലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും അവരോട് കൂടെ ചേർന്ന് ദൈവസഭയായി തുടർന്ന തുടങ്ങിയ സഭ, അത് പെന്തക്കോസ് ദിനത്തിൽ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് പെന്തക്കോസ് എന്ന പേര് വെച്ച ഈ സഭകളൊക്കെ എല്ലാം തെറ്റിപ്പോയി എന്നുള്ള കാര്യമാണ് ഞങ്ങൾ എടുത്തു കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഈ വചനങ്ങളാൽ ഒക്കെ ഈ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെ തൊടുന്നുവെങ്കിൽ, നിങ്ങൾക്ക് ഇത് വെച്ച് കാര്യങ്ങൾ മനസ്സിലാകുന്നുവെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. പല കോൺടാക്ട് നമ്പറും ഞങ്ങളുടെ പാസ്റ്റേഴ്സിനെ പറ്റി ഉണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ദൈവം ഈ വചനങ്ങളാലൊക്കെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ അടിമത്വത്തിന്റെ നുഖത്തിൽ നിന്ന് നിങ്ങളെ സ്വാതന്ത്ര്യം നൽകുവാൻ നിങ്ങളെ സഹായിക്കട്ടെ. ഈ ലൈവിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ എന്റെ നന്ദി അറിയിക്കുന്നു. കർത്താവായ യേശു മശിഹായ്ക്ക് സകല മാനവും മഹത്വവും ഈ സമയത്ത് കരേറ്റിക്കൊണ്ട് ഞാൻ ഈ ലൈവ് ഇവിടെ നിർത്തുകയാണ്. താങ്ക് യു.